അവിടെ BJP തിരുവനന്തപുരത്തെ മുൻ ജില്ലാ പ്രസിഡന്റ്, അതെ അദ്ദേഹത്തിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. BJPയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവാണ് VV രാജേഷ്. അദ്ദേഹത്തിനെതിരെ തിരുവനന്തപുരത്ത് പോസ്റ്ററുകൾ എന്നാണ് വാർത്തയിൽ, റിപ്പോർട്ടിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന്റെ തോൽവിക്ക് കാരണം VV രാജേഷ് ആണ് എന്നാണ് ഈ പോസ്റ്ററിലെ പരാമർശം. BJP പ്രതികരണ വേദി എന്ന പേരിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലും ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, എന്താണ് ഇതിൽ പുതിയ അധ്യക്ഷൻ ചുമതലയേറ്റതിന് പിന്നാലെ തിരുവനന്തപുരത്ത് ഒരു അസ്വാരസ്യം? ഇതിൽ VV രാജേഷിന്റെയോ BJP സംസ്ഥാന നേതാക്കളുടെയോ പ്രതികരണം വന്നിട്ടുണ്ടോ? വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് BJPയുടെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. തിരുവനന്തപുരം അരിസ്റ്റോ ജംഗ്ഷനിലുള്ള KG മാരാർ ഭവൻ. ഇതിന്റെ മുന്നിലും ഒപ്പം തന്നെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലും പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും VV രാജേഷിന്റെ വഞ്ചിയൂരിലുള്ള വസതിക്ക് മുന്നിലും അടക്കം ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പ്രധാനമായും VV രാജേഷിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കുക, അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന്റെ തോൽവിക്ക് കാരണം VV രാജേഷാണെന്നും ഈ BJP പ്രതികരണ വേദി എന്ന പേരിൽ ഒട്ടിച്ചിരിക്കുന്ന ഈ പോസ്റ്ററിൽ ആരോപിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ VV രാജേഷിന്റെ സ്വത്ത് സമ്പാദനത്തിൽ ഉണ്ടായ വളർച്ച ഇത് അന്വേഷിക്കണം. കൂടാതെ തന്നെ EDക്ക് നട്ടലുണ്ടെങ്കിൽ, അവർ റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും ഈ പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ പോകുന്നു വിവിധ തര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസങ്ങൾ കഴിഞ്ഞതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ BJPയുടെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഓഫീസുകൾക്ക് മുന്നിലൊക്കെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ പോസ്റ്ററുകൾ വന്നതിന് പിന്നാലെ VV രാജേഷിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല. BJPയുടെ ഒരു നേതാക്കളും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. VV രാജേഷിനെതിരെ പാർട്ടിക്കകത്ത് ചില സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ പരസ്യമായിട്ട് ചില പ്രതികരണങ്ങൾ BJPയുടെ പ്രതികരണ വേദി എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്തായാലും ഇതിനുള്ളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ ഈ പുതിയ അധ്യക്ഷൻ വന്നതിന് പിന്നാലെ തന്നെ BJPയുടെ സംസ്ഥാന ഓഫീസിലടക്കം വലിയ അസ്വാരസ്യം പ്രകടമായിരുന്നു. അവർക്ക് ആ ഒരു നിരാശ അവരുടെ പലരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. അത് ചിലർ പരസ്യമാക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ BJPയുടെ സംസ്ഥാനത്ത് തന്നെ ഒരു പ്രമുഖ നേതാവിനെതിരെ ഇത്തരത്തിലൊരു പോസ്റ്റർ വരുന്നത്. നിലവിൽ BJPയുടെ ഭാരവാഹിത്വം ഒന്നും VV രാജേഷ് വഹിക്കുന്നില്ലെങ്കിലും മുൻ ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. പാർട്ടി VV രാജേഷിനെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു, അദ്ദേഹത്തിന്റെ